ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എങ്ങും നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന തണുപ്പുള്ള ഒരു ഡിസംബർ കാലം. യേശുവിൻ്റെ ജനനം ഒരു പ്രവചന നിവൃത്തിയായിരുന്നു, ഒരു ദൈവിക പദ്ധതിയായിരുന്നു. സകല ജനത്തിനും ഉണ്ടാകുവാൻ പോകുന്ന ഒരു മഹാസന്തോഷത്തിൻ്റെ വിളംബരമായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ യേശു കുഞ്ഞിൻ്റെ ജനനത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സാഹോദര്യ സ്നേഹത്തിൻ്റെയും പാഠങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ നൽകിക്കൊണ്ട് പുൽക്കൂട്ടിലെ പരിമിതികൾക്കുള്ളിൽ ജനിച്ച ഉണ്ണിയേശുവിൻ്റെ മാതൃക നമുക്കും അനുകരിക്കാം. അപ്പോൾ നമ്മുടെ ജീവിത പ്രതീക്ഷകളും സ്വപ്നങ്ങളും ദൈവാനുഗ്രഹപ്രദമായി തീരും. ഈ ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതിനായി, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതിനായി നമ്മൾ ക്രിസ്തുമസിനോടനുബന്ധിച്ച് 25 നോമ്പ് ആചരിക്കുന്നു. യേശു ജനിച്ചത് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു ത്യാഗത്തിൻ്റെ അനുഭവമാണ് നോമ്പുകാലം. നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒരു ത്യാഗമാണ്. ഇതുകൊണ്ട് മാത്രം നോമ്പ് പൂർണ്ണമാകുന്നില്ല. നമ്മുടെ മനസ്സുകളിലെ ദുഷ്ടത നീക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്താൽ മാത്രമേ നോമ്പ് അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. അനേകം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ യേശു ലോകത്തിലേക്ക് രക്ഷകരായി അവതരിച്ചു. ആ രക്ഷകന്റെ ജനനത്തിന് വേണ്ടി സ്ഥലം കൊടുക്കുവാൻ സത്രത്തിൻ്റെ നടത്തിപ്പുകാരന് സാധിച്ചില്ല. ആ രക്ഷകനെ അവർ സ്വീകരിച്ചില്ല. ഹേരോദാവ് രാജാവ് യേശു കുഞ്ഞ് ജനിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമായി. കുഞ്ഞിനെ കൊല്ലുവാൻ ബന്ധപ്പെട്ടു. പാവപ്പെട്ട നിഷ്കളങ്കരായ ആട്ടിടയർ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന ദൂത് കേട്ടപ്പോൾ അവർ വിശ്വസിച്ചു. ആ ശിശുവിനെ രക്ഷകനെ സ്വീകരിക്കുവാൻ പുറപ്പെട്ടു. ജ്ഞാനികളും സമ്പന്നരുമായിരുന്ന 3 രാജാക്കന്മാർ യേശു കുഞ്ഞിൻ്റെ ജനനം അറിഞ്ഞപ്പോൾ ആകാശത്തുദിച്ച നക്ഷത്രം നോക്കി വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് തങ്ങളുടെ രക്ഷകന്റെ അടുത്തെത്തി സ്വീകരിച്ച് വണങ്ങി. ആ പുൽക്കൂട്ടിലെ മൃഗങ്ങൾ രക്ഷകൻ ജനിച്ചപ്പോൾ സ്വീകരിച്ച് തല കുനിച്ചു വണങ്ങി നിന്നു. ഇവിടെ ഹേരോദാവ് രാജാവ് യേശു കുഞ്ഞിൻ്റെ ജനനത്തിൽ അസ്വസ്ഥനായത് കാണുന്നു. കുഞ്ഞിനെ കൊല്ലുവാൻ ബന്ധപ്പെട്ടു. തകർന്ന ഒരു മനസ്സാണ് നാം ഇവിടെ കാണുന്നത്. ഇപ്രകാരം തകർന്ന ബന്ധങ്ങൾ, മനസ്സുകൾ പുനഃസ്ഥാപിക്കുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് സാധിക്കുമോ? ശീമോന് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായത്, നീ യേശു കുഞ്ഞിനെ കണ്ടിട്ടല്ലാതെ മരിക്കയില്ല എന്നായിരുന്നു. ദേവാലയത്തിലേക്ക് യേശു കുഞ്ഞിനെ അമ്മയപ്പന്മാർ കൊണ്ടുചെന്നപ്പോൾ ശീമോൻ കുഞ്ഞിനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഇതുപോലെ ദൈവത്തിന് മഹത്വം ഏറ്റുപറയുവാൻ സാധിച്ചാലേ സമാധാനമുണ്ടാകും. തകർന്ന ബന്ധങ്ങൾ, മനസ്സുകൾ പുനഃസ്ഥാപിക്കുവാൻ കഴിയും. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ മനുഷ്യ മനസ്സുകളിൽ ദൈവകൃപ നിറയുവാൻ ഇടവരും. അവിടെ സമാധാനം ഉണ്ടാകും. നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മൾ ഒരുക്കത്തോടെ ക്രിസ്തുവിനെ വരവേൽക്കാം. സ്വർഗത്തിൻ്റെ മഹിമ വിട്ട് താഴ്മയോടെ പുൽത്തൊട്ടിയിലെ പരിമിതികളിൽ വന്ന് പിറന്ന ആ ശിശുവിനെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ പരാധീനതകളെ ഒക്കെ മറന്ന് സന്തോഷം കണ്ടെത്തണം. അപ്പോൾ നമുക്കും അത്യുന്നതങ്ങളിൽ നിന്ന് സമാധാനം ലഭിക്കും. അതിനായി ദൈവം ഈ നോമ്പ് കാലത്ത് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളും.